അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കോവക്ക ഇപ്പോൾ വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടിയത് പറിച്ചുകൊണ്ട് വന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വേറൊരു ചാറ് കറിയും കൂടി ഉണ്ടാക്കാണ്ട് ഇതുണ്ട്. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരുവിടെ നേരത്തെ ചക്ക മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ചക്കയുടെ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചക്കക്കുരും തക്കാളിയും ഒരു അടപ്പത്തൊക്കെ വെച്ച് അത് വേവാറായിട്ടുണ്ട്. അപ്പോൾ ദാഹിച്ചപ്പോൾ അപ്പോൾ ഏതായാലും കുമ്മട്ട് ജ്യൂസ് അടിച്ചായിരുന്നു. അപ്പോൾ ഏതായാലും അത് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരപ്പിടാം. നമുക്കിന് ഇതാണ് നമ്മുടെ കോവലിൽ ഇടക്കിടക്കൊക്കെ വരുന്നുണ്ടാവും. അതിൽ നിന്ന് പറിച്ചെടുത്താണ് ഇപ്പോൾ മെഴുക്ക് വറ്റിക്ക് എടുത്തേക്കണത്. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഉണ്ട് കുഞ്ഞ്. ഇപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുക മുകളിലോട്ട്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, പ്രാവൊക്കെ ഇവിടെ അരിയൊക്കെ ഉണക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിടും. കണ്ട നമ്മുടെ പൂവൊക്കെ കണ്ട, നമ്മുടെ വേപ്പ്. ഇതാണ് നമ്മുടെ വേപ്പ്. അപ്പം ഇതിൽ നിന്ന് ഇപ്പോൾ വേപ്പിലയൊക്കെ പറിച്ച് പോരുകയായി. എന്താണ് ആദ്യം ചീത്തയായി ഇരുന്നതാണ്, ഇപ്പം നന്നായി. അത് മുഴുവനും ഉണങ്ങിപ്പോയിട്ട് രണ്ടാമതേ പിടിച്ച് വന്നേക്കണത്. ഇപ്പോൾ കോവക്കക്ക് ഉള്ളിയും 2-3 കൊല്ലമുളകും കൂടി ചതച്ചെടുക്കണേന്. ഒരു വെളുത്തുള്ളി ഇട്ടുണ്ട്, ചതച്ചിട്ട് എന്നിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാമെന്ന് ഓർത്ത്. നല്ല പേസ്റ്റ് പോലെ ആയിപ്പോയി. ഒന്ന് ചതച്ചെടുക്കാനാണ് നോക്കിയത്, പക്ഷേ പേസ്റ്റായിപ്പോയി. ഇതേതായാലും എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് കോവക്കയൊക്കെ ഇടാൻ. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടാമെന്ന് ഓർത്ത് ചെമ്മീനൊക്കെ അപ്പം പൊടിച്ച് വെച്ചുകൊണ്ട് കുറച്ച് എടുത്തുള്ള ഉണക്ക ചെമ്മീൻ. എന്നിട്ട് അധികം എടുത്തില്ലായിരുന്നു, ഗ്യാസ് വേണമല്ലോ ഈ ഉണക്ക ചെമ്മീൻ. ഇപ്പോൾ കറി രണ്ടും റെഡിയായി. ഇനി ചോറുണ്ടാവും. മണി 12 കഴിഞ്ഞതിലേ ഉള്ളൂ.